നമസ്കാരം. എൻ്റെ പേര് ടോമി എന്നാണ്. ഞാൻ കേരള പോലീസിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഏകദേശം ഒരു വർഷമായിട്ടും ഇൻഡക്ഷൻ കുക്കറൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഗ്യാസൊക്കെ നടത്തിയിട്ട് ഇൻഡക്ഷൻ കുക്കറും പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഒരുപാടുള്ളത്. അപ്പോൾ അന്ന് ഗ്യാസിന് വില കൂടിയ സമയത്താണ് പിന്നെ ഇൻഡക്ഷനിലോട്ട് വന്നത്. അപ്പോൾ ഗ്യാസിൽ നിന്നും ഒരു മാസം എനിക്ക് അല്ലെങ്കിൽ ഒരു കുറ്റി ഗ്യാസ് ആവുമായിരുന്നു. അപ്പോൾ 1000 രൂപ സംതിങ് വരും. പക്ഷേ 2 മാസത്തേക്ക് ഇൻഡക്ഷൻ കുക്കറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചപ്പോൾ നമുക്ക് 500-ന് താഴെ വന്നുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാം ഇലക്ട്രിക്കിലോട്ടാക്കാം എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ പെട്രോൾ വില കൂടി നിൽക്കുന്നത് കൊണ്ട് ഇലക്ട്രിക് വാഹനം ആക്കാം എന്നുള്ളൊരു ചിന്ത അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇലക്ട്രിക് വാഹനമൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചപ്പോഴാണ് പിന്നെ സോളാർ വയ്ക്കുന്നതായിരിക്കും ഗുണമെന്ന് പല വീഡിയോയിലൂടെയും പല ആൾക്കാരുടെ അഭിപ്രായത്തിലൂടെയൊക്കെ മനസ്സിലായത്. അപ്പോൾ സോളാറിനെ കുറിച്ചൊക്കെ വീഡിയോസ് കാണുകയും സോളാറിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് പ്രൈവറ്റ് ഏജൻസിയിൽ സോളാർ വയ്ക്കാൻ വേണ്ടിയൊക്കെ അതിൻ്റെ ഒരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഏകദേശം 3 കിലോ വാട്ടിൻ്റെ സോളാർ വയ്ക്കുന്നതിന് തന്നെ ഏകദേശം 2 ലക്ഷം രൂപ ആകുമെന്നായിരുന്നു അന്ന് പറഞ്ഞത്. അപ്പോൾ പൈസയുടെ ഒരു ഷോർട്ടേജ് കാരണം അന്നത് ചെയ്തില്ല. അപ്പോഴാണ് ഈ KSEBയുടെ ഈ സബ്സിഡി സ്കീമിൻ്റെ കാര്യം അറിയുന്നത്. അങ്ങനെയാണ് KSEBയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ സബ്സിഡി സ്കീം നമുക്ക് ചെയ്യാമല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ അതിന് മുന്നോട്ട് പോയി. അപ്പോൾ KSEBയിൽ നിന്ന് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്ത സോളാർ വയ്ക്കുന്ന ഒരു ടീമായിരുന്നു ഉഷ ഇലക്ട്രോണിക്സ്. അപ്പോൾ അങ്ങനെ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയും കോണ്ടാക്റ്റ് ചെയ്ത് ഒരാഴ്ച 2 ആഴ്ചക്കകത്ത് തന്നെ അവർ റിപ്ലൈ തരികയും അവർ വന്ന് സൈറ്റ് കാണുകയും ഷെയ്ഡോ അങ്ങനെ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അപ്രൂവൽ നൽകുകയും സാധനങ്ങളെല്ലാം മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവരികയും. അപ്പോൾ കൊണ്ടുവന്ന സമയത്തോ നമ്മുടെ കയ്യിൽ നിന്ന് കാശോ ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. എല്ലാ മെറ്റീരിയൽസും വന്നു. ആ സമയത്ത് ചെക്ക് മാത്രം സൈൻ ചെയ്ത് വാങ്ങിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം സോളാർ പ്ലാന്റ് ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്തു. കണക്ഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് എനിക്ക് കാശ് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ ഉഷ ഇലക്ട്രോണിക്സ് നല്ലൊരു മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു തന്നിട്ടുള്ളത്. പിന്നെ അതിനുശേഷം സോളാർ വെച്ചതിന് ശേഷം ഞാൻ വച്ചു 2 മാസം എന്ന് പറഞ്ഞാൽ മഴയുടെ സീസണും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പ്രൊഡക്ഷൻ പറഞ്ഞ ആ രീതിയിലുള്ളത് കിട്ടിയില്ല. എങ്കിലും മഴയായിരുന്നിട്ട് പോലും പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം മഴ മാറി ഇപ്പം നല്ല സണ്ണി ഡേയ്സ് ആയതുകൊണ്ട് ഇപ്പം നല്ല പ്രൊഡക്ഷനുണ്ട്. അത്യാവശ്യം നല്ല പ്രൊഡക്ഷനുണ്ട്. കാരണം നമ്മുടെ യൂസേജും കഴിഞ്ഞിട്ടുള്ള റിമൈനിങ് ആയിട്ടുള്ള യൂണിറ്റ്സും ഇപ്പോൾ ഉണ്ടാകാറുണ്ട്. ഇനി KSEBയിൽ നിന്ന് ബില്ല് എനിക്ക് ജനറേറ്റ് ചെയ്ത് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഭാവിയുടെ കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകും തോറും ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിലും കൂടും. അതേപോലെ പെട്രോൾ, ഡീസൽ അങ്ങനെയുള്ള പ്രകൃതിവാതകം ഏത് സംഭവമാണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ ഹൈലി പ്രൈസായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുമല്ല ഇനി ഒരു ഘട്ടം കഴിയുമ്പോൾ സർക്കാർ തന്നെ ഇതെല്ലാം വേണ്ടാന്ന് വയ്ക്കേണ്ട സാധ്യതയും അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ ഇത് ഇന്നത്തേക്കോ നാളത്തേക്കോ വേണ്ടി എന്നുള്ള രീതിയിലല്ല നമ്മൾ ചിന്തിക്കേണ്ട. ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അതുകൊണ്ട് എന്തുകൊണ്ടും സോളാർ വയ്ക്കുന്നത് ഏതൊരു വീട്ടിനും ഏതൊരു ആൾക്കാർക്കും ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ്. ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 4 വർഷം കൊണ്ട് തന്നെ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ ബാക്കി അങ്ങോട്ടുള്ള പൈസ മുഴുവൻ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് കിട്ടുന്നത്. പിന്നെ സർവീസിന് എന്തുണ്ടെങ്കിലും 5 വർഷത്തേക്ക് ഫുൾ വാറൻറ്റിയാണ് തരുന്നത്. അത് കഴിഞ്ഞിട്ടും അവരുടെ സർവീസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തുണ്ടെങ്കിലും അവർ തന്നെ പരിഹരിക്കും. ഉഷ ഇലക്ട്രോണിക്സ് പരിഹരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നന്ദി.